അള്ളാഹു സുബ്ഹാനഹു വ തആല 3 രോഗങ്ങളെപ്പറ്റി നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹു 3 മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. അതിലൊന്ന് നിരാശയുള്ളതാണ്. ശൈത്വാൻ, എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നവർ. ഒന്നാമത്തെ മുന്നറിയിപ്പ്, ഒരിക്കലും നിരാശരാവരുത് എന്നും. രണ്ടാമത്തെ മുന്നറിയിപ്പ്, നിങ്ങളെ ആരും സഹായിക്കാൻ വരികയില്ല എന്നുമാണ്. മൂന്നാമത്തേത്, ഒരിക്കലും നീട്ടിവെക്കരുത്. ഖിയാമത്ത് നാളിനെ പറ്റി അള്ളാഹു വിവരിക്കുന്നു. അൻ തഖൂല നഫ്സുൻ യാ ഖസ്റതൻ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹി വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. നിങ്ങളോട് നിരാശരാകരുത് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കാതെ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ട് പോയ നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ എന്താണ് പറയാനുണ്ടാവുക? യാ ഹസ്റതൻ അലാ മാ ഫറത്തു ഫീ ജംബില്ലാ. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ എല്ലാം കുളമാക്കി, എല്ലാം. വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി. എൻ്റെ കഴിഞ്ഞ കാലം ഞാൻ ഓർക്കുന്നു. ഞാൻ ഒന്നും നിരസിക്കുന്നില്ല, എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. അന്ത്യനാളിൽ അവർ നിരാശപ്പെടും. അവരുടെ പെരുമാറ്റം ആകെ മാറിയിരിക്കും. അവർ എല്ലാം കുളമാക്കിയവരാണ്. എനിക്കറിയാം ഞാൻ എല്ലാം കുളമാക്കിയെന്ന്, പക്ഷേ എനിക്കത് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു യാചകൻ്റെ സ്ഥിതിയാണിത്. എഴുന്നേൽക്കൂ, മാറ്റം വരൂ. ഞാൻ എല്ലാം കുളമാക്കി. ആരാണ് എനിക്കൊരു ജോലി തരിക? എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ അവർ പറയും. അന്ത്യനാളിലും അവർ ഇതേപോലെ നിരാശരായിരിക്കും. അവർക്കൊരു പ്രതീക്ഷയും ഉണ്ടാവുകയില്ല. അള്ളാഹുലേക്ക് മടങ്ങുന്ന പശ്ചാത്താപമാണ് ഏറ്റവും നല്ലത്. എന്നാൽ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നതാണെങ്കിൽ അതൊരിക്കലും നല്ലതല്ല. അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്നും നിരാശരായവർ ഒരിക്കലും വിജയിക്കുകയില്ല. ഓരോ തവണ ഞാൻ നന്നാവാൻ ശ്രമിക്കുമ്പോൾ ശൈത്താൻ വന്ന് എന്നെ പിന്തിരിപ്പിക്കും. അവരെക്കൊണ്ട് പലതും ചിന്തിപ്പിക്കും ശൈത്താൻ. എനിക്ക് ഹിജാബ് വേണ്ട, ഞാൻ നിസ്കരിക്കില്ല, എനിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, എനിക്ക് ഹജ്ജിന് പോകേണ്ട ആവശ്യമില്ല, എൻ്റെ പണം ഹറാമാണ്. ശൈത്താൻ നിങ്ങളെക്കൊണ്ട് പിന്തിരിപ്പിക്കും. എൻ്റെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ ഞാൻ നമസ്കാരം ശരിയാക്കണം. എൻ്റെ ഹജ്ജ് സ്വീകരിക്കുമെങ്കിൽ ഞാൻ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം. ശൈത്താന് നിങ്ങളുടെ വീഴ്ചയാണ് ഇഷ്ടം. ഒരു തെറ്റ് ചെയ്യുമ്പോൾ പറയും, അള്ളാഹു നിനക്ക് പുറത്തു തരും, അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്താൽ പറയും, നീ എന്തൊരു മനുഷ്യനാണ്, നിനക്കൊരു പ്രതീക്ഷയുമില്ല. അന്ത്യനാളിൽ അവൻ സ്വയം കുറ്റപ്പെടുത്തും.